ഹലോ, എന്തല്ല എല്ലാവർക്കും സുഖല്ലേ? നമുക്കിന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കിന്റെ റെസിപ്പി കാണാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ്. ഞാനിത് കുട്ടികൾക്ക് എടുത്തു പറയാൻ കാരണം നമ്മൾ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളെല്ലാം കുട്ടികളുടെ ആരോഗ്യത്തിനും അവരെ വളർച്ചയ്ക്കെല്ലാം സഹായിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പാനിലേക്ക് ഞാനൊരു 1/4 കപ്പ് രാഗിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇതൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് രാഗിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെയോ പൊടി മതിയാവും. ശ്രദ്ധിക്കണേ, സ്റ്റൗ ഓഫിലാന്ന്, ഓൺ ചെയ്തിനില്ല. ഇതിനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളെ ഇമ്മ്യൂണിറ്റിക്കും ഡൈജഷനെല്ലാം നല്ലതാണ്. കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കര പൊടിച്ചതാണ്. ശർക്കര പാനിയായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അത് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇവിടെ കിട്ടുന്ന ശർക്കര കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഒരു മീഡിയത്തിലാക്കി വെച്ചാൽ മതി. ഇനി നിർത്താണ്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്ന ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ നമ്മൾ കുറുക്കലാക്കി കൊടുക്കുമല്ലേ രാഗി. കുറച്ച് വലുതാകുമ്പോൾ അവർക്ക് അതൊന്നും ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ നമ്മൾ കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിലും ഇത് കുട്ടികളുടെ ഭക്ഷണത്തിൽ എന്തായാലും ഉൾപ്പെടുത്തണം. ദിവസം പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും എങ്ങനെയെങ്കിലും അവരുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തിയാൽ അവർക്ക് അത്രയും ഗുണമാണ്. അപ്പം നമ്മളെ ഈ മിക്സ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കട്ട പിടിച്ച പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് സ്മൂത്തായി വന്നോളും. എന്നും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പാലെല്ലാം കുടിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് രാഗി അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. പാലിനെക്കാട്ടും 3 ഇരട്ടിയോളം കാൽഷ്യം ഉണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത് കഴിക്കുമ്പോൾ അവരെ എല്ലിൻ്റെ ശക്തിയും അവരെ പല്ലിനും എല്ലാം ഗുണം ചെയ്യും. അപ്പം നമ്മൾ ഈ മിക്സ് ഇങ്ങനെ ഇളക്കി കുറുകി ഇതാ ഈ ഒരു പരുവത്തിലെത്തുവേ. ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം. ഒരു പകുതി വേവ് ആയാൽ മതി. ഇതിൽ നിന്ന് തന്നെ അത് ബാക്കി വെന്തോളും. രാഗി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ആ കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. കടലപ്പരിപ്പിന് പകരം നമുക്ക് നട്ട്സ് ഇട്ട് കൊടുത്താലും മതി. അണ്ടിപ്പരിപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് ലാസ്റ്റ് സ്റ്റേജിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളുടെ ശരീരത്തിൽ ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വിറ്റമിൻസ് എല്ലാം അബ്സോർബ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇതിപ്പോൾ നമുക്ക് ഈ ടെക്സ്ചറെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഏകദേശം ആയിന്ന്, പക്ഷെ ആയിനില്ല കേട്ടോ. കറക്റ്റ് ആ പാകത്തിൽ കിട്ടിയാലേ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു പച്ച ചൊവയുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ക്ഷമ കാണിക്കണം. നമ്മൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഏലക്കായ് പൊടിച്ചത് ഇടുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ രാഗിൻ്റെ ഈ മിക്സ് കറക്റ്റ് പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ സ്പൂണോ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ആ ഗ്ലാസിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് കാണുന്നില്ലേ, അപ്പോൾ അതിനർത്ഥം ഇത് കുറച്ചും കൂടെ ആവാനുണ്ട് എന്ന്. കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ് വെച്ച് ഒന്ന് അമർത്തി നോക്കുക. ഇതിപ്പം കണ്ട ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് ഇത് മാറ്റി കഴിഞ്ഞിട്ടാകുമ്പം മേലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ, എന്നാലേ ഇത് നല്ല വൃത്തിയായിട്ട് സെറ്റാവും. ഇത് നല്ലോണം തണുത്തിട്ടാകുമ്പം മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്, നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.